അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ താങ്കൾക്ക് മറുപടി നൽകാം. ഒപ്പം ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം കൂടി ചൂണ്ടിക്കാണിക്കാം. ഇപ്പോൾ ഫിഞ്ചൽ ചുഴലിക്കാറ്റ് തമിഴ്നാട്ടിൽ വീശിയടിച്ചു. അപ്പോഴേക്കും 944.8 കോടി രൂപ കേന്ദ്രം പെട്ടെന്ന് തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ. 2000 കോടി രൂപയാണ് തമിഴ്നാട് ആവശ്യപ്പെട്ടിരുന്നത്. അപ്പോൾ അതിനൊക്കെ പെട്ടെന്ന് ചെയ്യാനുള്ള സംവിധാനവും ഉണ്ട് കേന്ദ്രത്തിന്. നോക്കൂ, തമിഴ്നാട് ഭരിക്കുന്നത് BJP അല്ല, BJPയുടെ എതിർവശത്ത് നിൽക്കുന്ന കക്ഷിയാണ്. പക്ഷെ തമിഴ്നാടിൻ്റെ മാനേജ്മെൻറ്റും കേരളത്തിൻ്റെ മാനേജ്മെൻറ്റും പൊളിറ്റിക്കൽ രംഗത്ത് വളരെ വ്യത്യസ്തമാണ്. ഇവിടെ ഇപ്പോൾ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു ക്ലാരിറ്റി എനിക്ക് വരുത്തേണ്ടതുണ്ട്. കേന്ദ്രം കൊടുക്കുന്നു പക്ഷെ ചെലവാക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തടസ്സവാദങ്ങൾ കേന്ദ്രം കൊണ്ടുവരുന്നു എന്നല്ലേ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അതിനുവേണ്ടി തന്നെ കേന്ദ്രം ഒരു ഫണ്ട് കൊടുക്കുന്നുണ്ട്. നിയമപ്രശ്നങ്ങളോ നൂലാമാലകളോ ഇല്ലാതെ, നടപടിക്രമങ്ങളുടെയും കാലതാമസവും ഇല്ലാതെ അപ്പോൾ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി കേന്ദ്രം കൊടുക്കുന്ന ഒരു ഫണ്ടുണ്ട്. സ്റ്റേറ്റ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ട് എന്നാണ് അതിൻ്റെ പേര്. അതിൽ 445 കോടി രൂപ കേന്ദ്രം കേരളത്തിലേക്ക് കൊടുത്തിട്ടുണ്ട്. ആ 445 കോടി രൂപയ്ക്ക് പുറമെ 665.76 കോടി സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വന്നിട്ടുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം കൂടി 70 കോടി കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് 1280 കോടി രൂപ ഈ ഇനത്തിൽ തന്നെയുണ്ട്. യാതൊരുവിധ കോടതിയിലും പോകണ്ട, യാതൊരു നൂലാമാലയുമില്ല, തടസ്സവാദങ്ങളും പ്രശ്നങ്ങളുമില്ല. അവിടുത്തെ ഓരോ വ്യക്തികൾ, മരിച്ചവരും പരിക്കേറ്റവരും ജീവിച്ചിരിക്കുന്നവരും ജീവിച്ചിരിക്കാത്തവരുമായിട്ടുള്ള ദുരന്തബാധിത പ്രദേശത്തെ മുഴുവൻ ആൾക്കാർക്കും ഓരോ കോടി രൂപ കൊടുക്കാൻ മാത്രം പണം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കൈവശം ഉണ്ട്. കൊടുക്കുന്നില്ല. വലിയ കണക്ക് തന്നെയാണ്, വലിയ കണക്കാണത്. ഓരോ കുടുംബത്തിനും ഓരോ കോടി വീതം. ഇതെന്തുകൊണ്ട് കൊടുക്കുന്നില്ല? ഇതിന് നേരത്തെ ഞാൻ പറഞ്ഞു, 3000 കോടി കിട്ടിയത് 2100 കോടി ലാപ്സാക്കി കളഞ്ഞ സംസ്ഥാന സർക്കാരാണ് ഇവിടെയും ഗുരുതരമായ കുറ്റം ചെയ്തിരിക്കുന്നത്. BJP ഇതര ഗവൺമെന്റുകളോട് BJPക്ക് ശത്രുതയുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ എന്താ ഇത്രയും പണം കൊടുത്തത്? ആ ചോദ്യം തമിഴ്നാട് മുഖ്യമന്ത്രിയോട് ചോദിക്കണം. കേരള മുഖ്യമന്ത്രി വലിയ സുഹൃത്തുക്കളല്ലേ, എന്താ ചോദിക്കാത്തത്? അവിടുത്തെ മാനേജ്മെന്റ് അല്ല, ഇവിടുത്തെ മാനേജ്മെന്റ്. ഉഴവൂർ വിജയൻ 25 കോടി, KK രാമേന്ദ്രൻ നായർക്ക് 20 കോടി, കോടിയേരി ബാലകൃഷ്ണൻ 25 കോടി വഴിവിട്ട് എടുത്തു കൊടുത്തു ഇവിടെ. അങ്ങനെ ആവശ്യക്കാർക്ക് ആവശ്യം പോലെ വാരിക്കോരി കൊടുക്കാനുള്ളതല്ല ദുരിതാശ്വാസ ഫണ്ട്. ഇതൊക്കെ ഇവിടെ കോടതികൾ പോലും ചോദ്യം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ കേരളത്തിൽ നടക്കുന്നത് എന്താണ്? നാളെ ഹൈക്കോടതിയിൽ കണക്ക് ബോധിപ്പിക്കണമല്ലോ. കിട്ടേണ്ട കണക്ക് സംസ്ഥാനവും കൊടുക്കുന്ന തുക നിങ്ങൾ എത്ര തരും, ഈ തരും എന്ന് പറയുന്നതല്ലാതെ അവസാന കണക്ക് പറയുന്നില്ലല്ലോ. അപ്പൊ കോടതിയിൽ അവസാന കണക്ക് എന്തായിരിക്കും? ഈ കണക്കൊക്കെ കഴിച്ചിട്ടുള്ള കണക്കാണോ? താങ്കൾ ഈ പറയുന്ന 1280 കോടിയൊക്കെ കഴിച്ചിട്ടുള്ള കണക്കാണോ? അല്ല, കോടതിയിൽ കൃത്യമായും കോടതിയിൽ പറയാൻ ഒരു അവസരം തന്നതിന് സംസ്ഥാന ഗവൺമെന്റിന് നന്ദിയുണ്ട്. കൃത്യമായ കണക്ക് എണ്ണി ആ ഹൈക്കോടതിയിൽ കൃത്യമായി ബോധ്യപ്പെടുത്തും. അപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ടി വരും. ഒന്നാമത് ഹൈക്കോടതി ഇത് സ്വമേധയാ എടുത്ത കേസാണ്. രണ്ടാമത്തെ കാര്യം, ഹൈക്കോടതി നേരത്തെയും അവസരമുണ്ടായിരുന്നു. അന്ന് പറഞ്ഞ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. കമ്മിറ്റിക്ക് യോഗം ചേരാൻ പറ്റിയിട്ടില്ലെന്നാണ്. അതെ, നിങ്ങൾക്ക് അതിലുള്ള ധൃതിയും അതോടുകൂടി മനസ്സിലാവുകയാണല്ലോ. കേരളം ഒരു കണക്കും അങ്ങോട്ട് കൊടുത്തില്ല. അല്ലല്ല, ഒരിക്കലും അല്ല. അങ്ങനെ പറഞ്ഞു പോകരുത് സ്മൃതി, അങ്ങനെ പറഞ്ഞു പോകരുത്. ഒരു ശവശരീരം ദഹിപ്പിച്ചതിന് 75,000 എന്ന് പറഞ്ഞ പൊട്ട കണക്ക്, കൊള്ള കണക്ക് കൊണ്ട് തന്നാൽ ഞങ്ങൾക്ക് പഠിക്കാതെ ഹൈക്കോടതി പറയാൻ പറ്റുമോ? ഇതാണ് ഇവിടുന്ന് തന്നിരിക്കുന്ന കണക്കെന്ന് ഹൈക്കോടതിയിലോട്ട് പറയാൻ പറ്റുമോ? ഹൈക്കോടതിയിൽ ഇരിക്കുന്നത് തന്നെ പൊട്ടന്മാരാണോ? അതുകൊണ്ട് ഈ പൊട്ടക്കണക്ക് സംസ്ഥാന ഗവൺമെന്റ് തന്നാൽ അത് അതേപടി ഹൈക്കോടതിയിലോട്ട് കൊടുക്കുന്ന പൊട്ടന്മാരല്ല കേന്ദ്രത്തിൽ ഇരിക്കുന്നത്. അവർക്ക് അതിന്റെ വിശദീകരണം ചോദിക്കേണ്ടി വരും. അപ്പോൾ ഇത്തരം നിലപാടുകൾ സംസ്ഥാനം മാറ്റണം. ഇത് ഇന്നലെ തുടങ്ങിയതല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 3000 കോടി പ്രളയത്തിന് കൊടുത്തതിൽ 2100 കോടിയും കാണാതെ പോയ കൊള്ളയടിച്ച കള്ളന്മാരുടെ ഗവൺമെന്റാണിത്. ഓരോ ദുരന്തവും കള്ളപ്പണം കട്ട് തിന്നാൻ ഉപയോഗിക്കുന്ന കൊള്ളക്കാരാണ് സംസ്ഥാനം ഭരിക്കുന്നത്. നാളെ അത് ഹൈക്കോടതിയിൽ ബോധ്യപ്പെടുത്തേണ്ടി വരും. കേന്ദ്രം ബോധ്യപ്പെടുത്തുകയും ചെയ്യും. Debate with Smriti Parithikkad.